എനിക്ക് പ്രതീക്ഷിച്ചുള്ള പാർവതി തിരുവോത്ത് അഭിനയിക്കുന്ന കൊണ്ടാണ്. പാർവതി തിരുവോത്ത് ജെന്യൂനായ ഫിലിംസാണ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് അവർ വലിയ അഭിപ്രായമൊന്നുമില്ലെങ്കിലും അവർ പ്രൊഫഷണലി നല്ല സിനിമകൾ ചെയ്യാറുണ്ട്. അവർ പ്രതീക്ഷിച്ചിലാണ് സിനിമ ആണ് വന്നത്. റോഷാക്കിൻ്റെ ഡയറക്ടറാണ്. ഇത് കുറച്ച് ആക്ഷൻ കുറച്ച് കൂടുതൽ വന്നത്. നല്ല വലിയ സാധ്യതയുണ്ടോ? ഒറ്റ പ്രതീക്ഷയല്ലോ പാർവതി തിരുവോത്ത് അഭിനയിക്കുന്ന കൊണ്ട് മാത്രമേ ഞാൻ പടങ്ങാണ്. ഒന്നും പറയാൻ പറ്റില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ആ ഡയറക്ടർ നല്ല ഡയറക്ടറാണ്. റോഷാക്ക് നല്ല പടമായിരുന്നു. അത് ഡയറക്ട് ചെയ്ത ആളാണ്. ഡയറക്ടർ നല്ലതാണ്. പാർവതി തിരുവോത്തും ഉണ്ട്. ആ പ്രതീക്ഷ. പിന്നെ പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ല പോലെ സിനിമകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സുപ്രീമേനോ കണ്ടു നോക്കാം. ദുൽഖറാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ. പൃഥ്വിരാജ് പാൻ ഇന്ത്യൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അഭിനയിച്ചിട്ട്, പക്ഷെ അത്രയും സ്റ്റാർട്ട് വന്നിട്ടില്ല. അത് ദുൽഖറിനാണ് ഉള്ളത്. ദുൽഖറിന്റെ ആ സ്റ്റാർട്ടിന് പിന്നിൽ മമ്മൂട്ടിയുടെ ബുദ്ധിയാണ്, മമ്മൂട്ടിയുടെ ഒരു പ്ലാനാണ്. ആ ലെവലൊന്നും പൃഥ്വിരാജ് എത്തിയിട്ടില്ല. എന്തായാലും പടം കണ്ടു നോക്കാം. ഒന്നും പറയാൻ പറ്റില്ല, കണ്ട ശേഷം പറയാൻ പറ്റുള്ളൂ. ഒരു സ്കാം പരിപാടിയൊക്കെയാണോ? എനിക്കറിയില്ല. പടം ട്രെയിലർ കണ്ട് നന്നായി തോന്നി. ഒരു കുറച്ച് ആക്ഷൻ കുറച്ച് കൂടുതൽ തോന്നും. പൃഥ്വിരാജിന്റെ അഭിനയത്തിലൊക്കെ എങ്ങനെ പ്രതീക്ഷ ഉണ്ടാവും? പൃഥ്വിരാജ് അത്ര വലിയ ആക്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പടത്തിനകത്ത് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. കുറെ ആക്ഷൻ സീക്വൻസ് ഞാൻ കണ്ടു. പിന്നെ എനിക്ക് രണ്ട് പ്രതീക്ഷയില്ല. ഒന്ന് ഡയറക്ടർ റോഷാക്കിന്റെ ഡയറക്ടറാണ്. പിന്നെ പാർവതി തിരുവോത്ത് നല്ല പടങ്ങളും ചെയ്യും. ആ പ്രതീക്ഷയിൽ ഞാൻ പടം കാണാൻ വരുന്നത്. ഐ നോബഡി എന്ന് പറഞ്ഞ സംഭവം വരുന്ന സമയത്ത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. സാധാരണക്കാരായി നമ്മൾ ആരെയും ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത ഒരാൾ, അയാൾ എങ്ങനെ പെരുമാറും, അയാൾക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതായിരിക്കും നോബഡി. അത് കാണാനായിട്ട് എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ പൊളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അടിപൊളി. പിന്നെ പാർവതി തിരുവോത്ത് റോബിൻ ഹുഡ് പോലെ ഒരു സ്കാം പരിപാടി. നോ ഇത് റോബിൻ ഹുഡ് അല്ല. അയാൾക്ക് പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു പടമായിരിക്കും. ഇന്റർനാഷണൽ സ്റ്റഫ് ആയിരിക്കും. കാരണം പൃഥ്വിരാജ് അതിനുള്ള ആളുണ്ട്. കിട്ടുക മനുഷ്യനാണ്, പൊളിക്കും. ഐനോബഡി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസാം ബഷീറിൻ്റെ നമ്മൾ റോഷാക്കാണ് എന്നെ ഞെട്ടിച്ചത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് നിസാം അബ്ദുള്ള അങ്ങനെ പുള്ളിയായിട്ട്, അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് പുള്ളി റോഷാക്ക് ചെയ്തത്. അതുപോലെ